വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പരിശീലന കളരിയിൽ റൂഫസ് അങ്കിൾ 55 വർഷം പൂർത്തിയാക്കി. നവതിയുടെ നിറവിൽ നിൽക്കുന്ന ഫുട്ബോൾ അങ്കിളിൽ നിന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന റൂഫസ് ഡിസൂസയുടെ ഫുട്ബോൾ ഹോക്കി പരിശീലനം ആരംഭിച്ചിട്ട് 5.5 പതിറ്റാണ്ട്. 1970 മെയ് 19 ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് റൂഫസ് ഡിസൂസ പരിശീലകന്റെ കുപ്പായമണിഞ്ഞത്. റൂഫസിന്റെ ഗുരുനാഥൻ അബുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാൻ ഇറങ്ങിയത്. അതൊരു തുടക്കമായിരുന്നു. ഈ 55 വർഷത്തെ കാലയളവിനുള്ളിൽ അദ്ദേഹം പരിശീലനം നൽകിയവരിൽ പലരും ഒളിമ്പ്യൻ, അന്തർദേശീയ താരങ്ങൾ വരെയായി. ഇന്ത്യൻ ജൂനിയർ, സബ് ജൂനിയർ ടീം ക്യാപ്റ്റന്മാർ, സർവീസസ് ക്യാപ്റ്റൻ, റെയിൽവേ ക്യാപ്റ്റൻ, കേരള ക്യാപ്റ്റൻ, യൂണിവേഴ്സിറ്റി ടീം ക്യാപ്റ്റന്മാർ തുടങ്ങി നിരവധി താരങ്ങളെയാണ് അദ്ദേഹം വാർത്തെടുത്തിട്ടുള്ളത്. മഴയായാലും റെയിൻകോട്ടോ കുടയോ ഇല്ലാതെ പരിശീലനം നൽകും. എന്നും വെളുപ്പിന് 5 മണിക്ക് റൂഫസ് ഗ്രൗണ്ടിലെത്തും. സൗജന്യ പരിശീലനമാണ് നൽകി വരുന്നത്. ആദ്യകാലത്ത് ശിഷ്യരുടെ വീട്ടിലെ സ്ഥിതി അറിഞ്ഞ് അവർക്ക് പരിശീലനത്തിന് ശേഷം പ്രാതലും ബസ് ഫെയറും നൽകിയിരുന്നതായി പ്രശസ്തരായ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ടൂർണമെന്റുകൾക്ക് പോകുമ്പോൾ ചിലവുകൾ വഹിച്ചിരുന്നതും റൂഫസ് ആയിരുന്നുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഫുട്ബോളിൽ മാത്രമല്ല റൂഫസ് പരിശീലനം നൽകുന്നത്. ഹോക്കിയും അദ്ദേഹത്തിന്റെ ഇനമാണ്. ഫുട്ബോളിലും ഹോക്കിയിലും സംസ്ഥാന ടീമിന് പരിശീലനം നൽകുകയും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ റൂഫസ് അങ്കിളാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ, ചതുരാഷ്ട്ര മത്സരങ്ങൾക്ക് പുറമെ തിരുക്കൊച്ചി സംസ്ഥാനമായിരുന്ന ഘട്ടത്തിൽ തിരുക്കൊച്ചിക്ക് വേണ്ടി റൂഫസ് ഫുട്ബോളും ഹോക്കിയും കളിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളി മാത്രമല്ല റൂഫസ് പഠിപ്പിക്കുന്നത്. കൃത്യനിഷ്ഠ, സ്വഭാവശുദ്ധി എന്നിവയും റൂഫസിന്റെ പരിശീലന പ്രത്യേകതയാണ്. ഫിഫ ഖത്തർ വേൾഡ് കപ്പിന്റെ പ്രൊമോയിൽ വിശേഷിപ്പിച്ചത് റൂഫസിനെ ഫുട്ബോൾ അങ്കിൾ എന്നാണ്. പരിശീലനത്തിനിടയിൽ കല്യാണം പോലും കഴിക്കാൻ റൂഫസ് മറന്നുവെന്ന് തന്നെ പറയാം. വിവാഹം കഴിച്ചാൽ തനിക്ക് 2-3 മക്കൾ ഉണ്ടാകും. എന്നാൽ തനിക്കിപ്പോൾ ആയിരക്കണക്കിന് മക്കളുണ്ട്. ശിഷ്യന്മാരെ എല്ലാവരെയും തന്റെ മക്കളെയാണ് താൻ കരുതുന്നതെന്ന് റൂഫസ് പറയുന്നു. എൻ്റെ ഗുരുനാഥന്മാർ ഫുട്ബോളിൽ അബുക്കയാണ്. എന്നെ മറക്കാൻ പറ്റില്ല. എന്നെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന അബുക്കയാണ്. എൻ്റെ കളി കണ്ടാണ് എന്നെ എടുത്തിട്ട് എന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനാക്കി 51-ൽ. 59 ഞാൻ കളിച്ച് യങ്സ്റ്റേഴ്സ് സ്പോർട്സ് ക്ലബ്ബിൽ. ഹോക്കി ആദ്യം കളിച്ചിട്ട് കേരള ആംഗ്ലോ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്ബിലാണ്. അവിടുന്ന് രണ്ടാമത് കേരള വണ്ടേഴ്സ് കളിച്ച് മെഡ്രാസിൽ പോയി. കേരള തിരുക്കൊച്ചി 1954 തിരുക്കൊച്ചി സ്റ്റേറ്റ് ക്യാപ്റ്റനായിരുന്നു. 59 വരെ ഞാൻ ഇവിടെ കളിച്ച് മുടങ്ങാണ്. 59 മെഡ്രാസിൽ പോയി 61 തുടങ്ങി 68 വരെ ഞാൻ അവിടെ തമിഴ്നാട് ഹോക്കിയും ഫുട്ബോൾ കളിച്ച് തിരിച്ചിവിടെ വന്ന് കൊച്ചിയിൽ വന്ന് 70 കോച്ചിങ് തുടങ്ങി. 69 എറണാകുളത്ത് ഹോക്കി നാഷണൽ കളിച്ച് 71 ജലണ്ടർ നാഷണൽസ് ഞാൻ ക്യാപ്റ്റനായി. ആ ഹോക്കി ഫുട്ബോൾ കളി നിർത്തിയിട്ട് എൻ്റെ കോച്ചിങ് തുടങ്ങി. ഇതെല്ലാം നമ്മൾ ഒരുപാട് എണ്ണമില്ല. എനിക്ക് തന്നെ എണ്ണയിൽ ഒരാൾക്കാർ ഇവിടെ കളിക്കുന്ന എല്ലാ പണ്ടത്തെ പ്ലേയേഴ്സാണ് അവിടെ കളിക്കുന്നത്. ഇവരെല്ലാം ഇവർക്കെല്ലാം നന്ദി പറഞ്ഞു. ഞാൻ വരും 5 മണിക്കെത്തും, 5:20 ഇവർ വരും. അപ്പം ഇവരാണ് എനിക്ക് ആരോഗ്യം തന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. പ്രധാനമന്ത്രിയുടെ പ്രഥമ ഫിറ്റ് ഇന്ത്യ അവാർഡ് മുതൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ റൂഫസിന് ലഭിച്ചിട്ടുണ്ട്. ഫുട്ബോളിലും ഹോക്കിയിലും പരിശീലനം കിട്ടുന്ന 55 വർഷം തന്നെയാണ്. 1970 മെയ് 19 അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ ബുക്ക് പറഞ്ഞ് ഈ ഗ്രൗണ്ടിൽ പരിശീലനത്തിന് ആദ്യമായിട്ട് ഇറങ്ങി. അങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിന് ഒരു പക്ഷേ ആരും ഉണ്ടായിരിക്കില്ല. ഹോക്കിയിലും ഫുട്ബോളിലും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ടീമിൻ്റെയും 2 കളികളുടെ പരിശീലനം കൂടിയാണ്. അത് വല്ലാത്തൊരു ലക്ഷ്യമാണ്. വേറെ അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയം കാരണം. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. ഏതായാലും അങ്കിളിന് ദീർഘായുസ്സ് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അങ്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടിലധികമായിട്ട് ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൻ്റെ ഈ പുൽത്തകടികളെ ഉണർത്തുന്നത് അദ്ദേഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കാണുന്നൊരു വ്യക്തിത്വമാണ് നമ്മുടെ അങ്കിള്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പരിശീലിച്ചിട്ടുള്ളതും ഇദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. അവരൊക്കെ ഇപ്പോൾ കോച്ചായി മാറി വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട് അങ്കിളിനെ വന്ന് കാണുന്നതിലും. ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.